നമസ്കാരം. പ്രധാന വാർത്തകൾ. കളമശ്ശേരി പോളിടെക്നിക് ബോയ്സ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ നടപടിയെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടോ എന്നത് വിഷയമല്ല. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സർക്കാർ അമർച്ച ചെയ്യുമെന്നും മന്ത്രി. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ഇ.ഡി. നോട്ടീസിന് മറുപടിയുമായി കെ രാധാകൃഷ്ണൻ എം.പി. ഇ.ഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ബി.ജെ.പി. നീക്കം. ഇ.ഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും കെ രാധാകൃഷ്ണൻ. കർഷക പ്രേമം മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഴിമതിയും പകൽക്കൊള്ളയും നടത്താനുള്ള ലൈസൻസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. ചിറ്റൂർ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ജനകീയ സംഗമം. തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളി നനയ്ക്കായി ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കിയ പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും ടി.എൻ. പ്രതാപൻ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അഞ്ചുമൂർത്തി മംഗലം സ്വദേശി 24 വയസ്സുള്ള മനു. സുഹൃത്ത് വിഷ്ണു അറസ്റ്റിൽ. വാണിയംകുളത്തെ IOC പെട്രോൾ പമ്പിൽ കഴിഞ്ഞ രാത്രി ഗുണ്ടാശൈലിയിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ 3 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. കൊഴിഞ്ഞാമ്പാറയിൽ ജോത്സ്യനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിനിയായ യുവതി ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. 5 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി 14 വർഷത്തിനു ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. അനാസ്ഥ ആരോപിച്ച് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് CPM മാർച്ച്. ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണം കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 10.5 കോടി രൂപ ചെലവിൽ. MLAയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചി പാലം ചരിത്രത്തിലേക്ക്. പാലം പൊളിച്ചു നീക്കാനുള്ള റിപ്പോർട്ട് PWD അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. MP-യുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. ആഘോഷം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച്. വാർത്തകൾ വിശദമായി. കളമശ്ശേരി പോളിടെക്നിക് ബോയ്സ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ നടപടിയെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേസിൽ ഉൾപ്പെട്ടവർ ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടോ എന്നത് വിഷയമല്ല. ലഹരി മാഫിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. മയക്കുമരുന്ന് റാക്കറ്റിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ല. വിദ്യാർത്ഥി സംഘടനകൾ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അതേസമയം ചില വിദ്യാർത്ഥികളിലെ അരാജക പ്രവണത ചില സംഘടനാ പ്രവർത്തകരിലുമുണ്ടാകാം. ഏത് സംഘടനക്കാരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് അറിയില്ല. ആരാണെങ്കിലും മുഖം നോക്കാതെയാകും നടപടി. ഏത് സംഘടനക്കാരാണെന്നത് സർക്കാരിന്റെയും എക്സൈസിന്റെയും മുന്നിൽ വിഷയമല്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇവരെ അമർച്ച ചെയ്യുമെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാകും. ഓരോ സംഘടനയും നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് കേരളത്തിന് ഇതിനെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നത്. പിന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉള്ളതാണല്ലോ. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകൾ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഇതിലേതെല്ലാം സംഘടനകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ട് എന്ന കാര്യം. അതൊന്നും സർക്കാരിൻ്റെയോ എക്സൈസിൻ്റെയോ ഒന്നും മുമ്പിൽ വിഷയമേ അല്ല. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ഇ.ഡി. നോട്ടീസിന് മറുപടി നൽകി CPM നേതാവ് കെ രാധാകൃഷ്ണൻ. ഇ.ഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കമാണെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇ.ഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും MP കൂട്ടിച്ചേർത്തു. എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് ഇ.ഡി. നോക്കുന്നത്. വ്യക്തിപരമായ സ്വത്തുക്കളുടെയും മറ്റ് ഡോക്യുമെന്റ്സുകളും കൊണ്ടുചെല്ലാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ. ഇ.ഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് അന്വേഷണവും നേരിടും. ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ബി.ജെ.പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഇന്നലെയാണ് എത്തിയത്. വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിയുന്നത്. ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ. മറുപടി നൽകിയിട്ടുണ്ട്. പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്നും
കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നിരുന്ന എല്ലാം നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പോൾ ഇഡിയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കാരണം ഇന്ന കാര്യം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റാണ് അവർ പറയുന്നത്. ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനാ ഈ ഒരു കേസിൽ? ഈ കേസാണ്, എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അതിൽ പാർട്ടിക്കുൾ ഇന്ന കേസാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ മാത്രമാണ് പറയുന്നത്. അല്ലാതെ കരുവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും കരുവന്ന സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യാൻ കഴിയും? ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ചയുണ്ടായിട്ടില്ലെന്നും കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർഷക പ്രേമം മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊള്ള നടത്താനുള്ള ലൈസൻസ് ആക്കി മാറ്റിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ. ചിറ്റൂർ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു TN പ്രതാപൻ. ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ തുള്ളി നനയ്ക്കായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. സോഷ്യലിസം പാടി നടക്കുന്ന മന്ത്രി കൃഷ്ണൻകുട്ടി കരാർ വ്യവസ്ഥകൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലൂടെ തോട്ടങ്ങളിൽ എത്തുന്നില്ലെന്നത് ക്രമക്കേടിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത്. സുതാര്യമായ പദ്ധതിയാണെങ്കിൽ മന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കാനും രേഖകൾ പുറത്തുവിടാനും തയ്യാറാകുന്നില്ലെന്നും TN പ്രതാപൻ ചോദിച്ചു. അഴിമതിക്ക് വേണ്ടിയാണ് ഇടതു സർക്കാർ ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത്. കൊള്ളക്കാർക്ക് കുടപിടിക്കുന്ന മുഖ്യമന്ത്രിയാണ് നാടിന്റെ ശാപമെന്നും TN പ്രതാപൻ ആക്ഷേപിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും 28-30 കോടി രൂപയുടെ പദ്ധതി, ഈ 5 പദ്ധതികളെ പറ്റി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ച് കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ ഈ പദ്ധതിയുടെ അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഈ സമ്മേളനം ഐകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA K അച്യുതൻ, തനികാചലം അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, ഗോപാലസ്വാമി കൗണ്ടർ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹനൻ, UDF ചെയർമാൻ P രതീഷ്, കോൺഗ്രസ്, കർഷക കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ പാലക്കാട്ട് യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി 24 വയസ്സുള്ള മനുവാണ് കൊല്ലപ്പെട്ടത്. മനുവിന്റെ സുഹൃത്തും അഞ്ചുമൂർത്തി മംഗലം സ്വദേശിയുമായ വിഷ്ണുവിനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ തർക്കം നിലനിന്നിരുന്നു. കേവലം 6000 രൂപയുടെ ഇടപാടാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മനുവിനെ ആക്രമിച്ച സമയത്ത് വിഷ്ണു മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട മനുവിന്റെ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ ഗുണ്ട ശൈലിയിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ 3 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. വാണിയംകുളം സ്വദേശികളായ അരുണേഷ്, അശുജിത്, സാഗർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വാണിയംകുളത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ വ്യാഴാഴ്ച രാത്രി 9:30യോടെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 3-അംഗ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത്. ഇന്ധനമടിക്കുന്ന തുക സംബന്ധിച്ച ആശയക്കുഴപ്പം ദൂരീകരിക്കുന്നതിനിടെ ഉടലെടുത്ത തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പമ്പ് അധികൃതർ പറഞ്ഞു.
പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ പെട്രോളിയം അസോസിയേഷൻ ആശങ്ക രേഖപ്പെടുത്തി. പെട്രോൾ പമ്പുകളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ 3 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. വാണിയംകുളം സ്വദേശികളായ അരുണേഷ്, അശ്വജിത്ത്, സാഗർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും പാലക്കാട് ഡിസ്ട്രിക്ട് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയ പ്രതി 14 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിൽ. ഒറ്റപ്പാലം തോട്ടക്കര കാഞ്ഞിരപ്പുലാത്തികൽ പക്കിരിത്തൊടി വീട്ടിൽ 39 വയസ്സുള്ള മുഹമ്മദ് യാസിറിനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2011 വർഷത്തിൽ പട്ടാമ്പി വല്ലപ്പുഴ ഗേറ്റിൽ നടന്ന കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണ് മുഹമ്മദ് യാസിർ. കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനുവേണ്ടി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിദേശത്ത് നിന്ന് നാട്ടിൽ വരവെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ എമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തടഞ്ഞുവെച്ചു. തുടർന്ന് പട്ടാമ്പി പോലീസിൽ വിവരമറിയിച്ചു. പട്ടാമ്പി പോലീസ് എയർപോർട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുന്ന പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി പട്ടാമ്പി പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ദിനേശ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമുന, ചിറ്റൂർ നല്ലേപ്പള്ളി കുറ്റിപ്പള്ളം ജിതിൻ എന്നിവരാണ് പിടിയിലായത്. മറ്റൊരു കേസ് അന്വേഷിച്ച് അവിചാരിതമായി പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് ജോൽസ്യൻ രക്ഷപ്പെട്ടത്. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു സ്ത്രീ ഉൾപ്പെടെ 5 പേർ പിടിയിലാവാനുണ്ടെന്ന് ചിറ്റൂർ ഡിവൈഎസ്പി VA കൃഷ്ണദാസ് പറഞ്ഞു. ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന മൈമുന വീട്ടിലെ ദോഷം മാറ്റാനെന്ന പേരിലാണ് കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലേക്ക് ജോൽസ്യനെ എത്തിച്ചത്. വീട്ടിലെത്തിയ ജോൽസ്യൻ പൂജകൾ ആരംഭിച്ചതോടെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ആഭരണവും ഫോണും കവരുകയും ചെയ്തു. ജോൽസ്യനെ വിവസ്ത്രനാക്കി മൈമുനയെ അരികിലിരുത്തി ഫോട്ടോയെടുക്കുന്നതിനിടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തിയതോടെ സംഘം ചിതറിയോടി. മദ്യലഹരിയിലായിരുന്ന മൈമുന റോഡിൽ വീണതോടെ പോലീസിന്റെ പിടിയിലായി. ട്രാപ്പിൽപ്പെടുത്തിയ തന്നോട് 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി ജോൽസ്യൻ പരാതി നൽകി. മൈമുനയെ ചോദ്യം ചെയ്തതോടെയാണ് ഹണി ട്രാപ്പിന്റെ ചുരുളഴിഞ്ഞത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ N പ്രതീഷിന്റെ കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലാണ് തട്ടിപ്പിനായി ജോൽസ്യനെ എത്തിച്ചത്. കേസിലെ മറ്റു പ്രതികൾ നിരീക്ഷണത്തിലാണെന്നും സംഘത്തിന്റെ മുൻ പ്രവൃത്തികൾ അന്വേഷിക്കുകയാണെന്നും ഡിവൈഎസ്പി അറിയിച്ചു. ഈ മനീഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്കാണ് ഈ പൂജാരിയെ ജോൽസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതീക്ഷിയുടെ മിക്ക റോളിലൊന്നും മനസ്സിലാക്കുന്നത് മർഡർ കേസിലൊക്കെ പ്രതിയാണ്. 13 മർഡർ കേസിലൊക്കെ പ്രതിയാണ് പ്രതീക്ഷ. അപ്പോൾ അവരെ അവരുടെ നേതൃത്വത്തിൽ ഒരു കൂടാതെ നടത്തിയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അതായത് ജിത് എന്ന് പറഞ്ഞ ആൾക്ക് 2 കേസുണ്ട്. പ്രധാനപ്പെട്ട കേസല്ല. ഈ അർത്ഥം ലേഡിക്ക് ഇതിൽ കേസുള്ളതായിട്ട് അറിവായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ ശുദ്ധജല വിതരണം കാര്യക്ഷമമല്ലെന്ന് പരാതി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാരോപിച്ച് CPIM പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റപ്പാലം ജല അതോറിറ്റി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിന് ശേഷം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മേഖലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുകയും അതിനാവശ്യമായ ഫണ്ടുകൾ നൽകുകയും അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ചില ആളുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ സർക്കാരിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ
ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ U രാജഗോപാൽ, K രാധാകൃഷ്ണൻ, B ധരേഷ്, KP ഹരികൃഷ്ണൻ, അമ്പലപ്പാറ ലോക്കൽ സെക്രട്ടറി CC രാജൻ എന്നിവർ പ്രസംഗിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ചു. കിഫ്ബിയിൽ നിന്നും 10 കോടി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് പുതിയൊരു ആസ്ഥാനം ആവശ്യമാണെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്രവൃത്തികൾ വിലയിരുത്താൻ വെള്ളിയാഴ്ച മുഹമ്മദ് മുഹസിൻ MLAയും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആദ്യത്തെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടി 50 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 5 നിലകളായാണ് ടവർ നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം ടവറിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മുഹമ്മദ് ഹുസൈൻ MLA പറഞ്ഞു. ടവറിന്റെ കോൺക്രീറ്റിംഗ് ആണ്, ആദ്യത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബിന്റെ വർക്കുകളാണ് നടക്കുന്നത്. 10 കോടി 50 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ വർക്ക് നടക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്ന നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ റവന്യൂവിനും പുതിയ ആസ്ഥാനത്തിന് വേണ്ടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. G+4 എന്നുള്ള മാതൃകയിലാണ് ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം 4 നിലകളും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 നിലകൾ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിനുള്ളത്. ഇത് 3 മാസം കൊണ്ട് ഇതിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ ടവറിന്റെ തൊട്ടു സമീപത്തായി റവന്യൂ ടവറും വരാൻ പോവുകയാണ്. ഇതിന്റെ ടെൻഡർ വർക്കുകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. മുനിസിപ്പൽ ടവറും റവന്യൂ ടവറും കൂടി ഒന്നിച്ചാകുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും MLA സൂചിപ്പിച്ചു. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, കിഫ്ബി ഉദ്യോഗസ്ഥർ, നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികാരികൾ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം ഇനി ചരിത്രത്തിന്റെ താളുകളിലേക്ക്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാനുള്ള PWD പാലം വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. ഇതോടെ പഴയ കൊച്ചിൻ പാലം ഓർമ്മകളിലായി അവശേഷിക്കും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൃശൂർ ജില്ലയെയും പാലക്കാട് ജില്ലയെയും ഒന്നിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലമാണ് പൊളിച്ചു മാറ്റുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പാലത്തിന്റെ പ്രതലത്തിൽ പലതും പൊളിഞ്ഞു വീണിരുന്നു. പ്രളയകാലത്തായിരുന്നു കൂടുതൽ സ്പാനുകൾ പൊളിഞ്ഞു വീണത്. ഇതോടെ പാലത്തിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് നിയന്ത്രിച്ചു. അതേസമയം പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും പരിസ്ഥിതി പ്രവർത്തകൻ രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ പാലം നിലനിർത്താനാവില്ലെന്നായിരുന്നു PWയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റാനും തീരുമാനമെടുത്തിരുന്നു. ഇത് ഏത് രീതിയിൽ പൊളിച്ചു മാറ്റണമെന്നതായിരുന്നു ആശങ്ക. സുരക്ഷിതമായും പുഴയ്ക്ക് ആഘാതമേൽപ്പിക്കാതെയും പൊളിച്ചു മാറ്റാനുള്ള നടപടിയാണ് PWD സ്വീകരിക്കുക. 1800കളിൽ പാലം നിർമ്മിച്ചതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ആദ്യകാലത്ത് പാലത്തിന് മുകളിലൂടെ തീവണ്ടിയും റോഡ് ഗതാഗതവും ഉണ്ടായിരുന്നു. പിന്നീടാണ് തീവണ്ടിക്കായി പാലം നിർമ്മിച്ചത്. പാലം പൊളിച്ചു മാറ്റുന്നതോടെ ഒരു ചരിത്രശേഷിപ്പ് തന്നെ ഇല്ലാതാകും. വരും തലമുറയ്ക്ക് എന്നും ഓർത്തുവെക്കാൻ ഈ പാലം സംരക്ഷിച്ചു കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ മന്ത്രി മുഹമ്മദ് റിയാസിനും MLA ആയിരുന്ന K രാധാകൃഷ്ണനും UR പ്രദീപ് MLAയ്ക്കും പരിസ്ഥിതി പ്രവർത്തകർ നിവേദനം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനന്തമായി വൈകിപ്പിക്കുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ലെന്ന് ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രമേശ്. ജോയിന്റ് കൌൺസിൽ മലമ്പുഴ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു R രമേശ്. PSCയിലെ ഭീമമായ ശമ്പള വർധനവ് ജനം ചർച്ച ചെയ്യുന്നുണ്ടെന്നും R രമേശ് ചൂണ്ടിക്കാട്ടി. ജീവനക്കാരുടെ വേതനാവകാശം ആവശ്യമായി ഉയരുമ്പോഴാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ പഴിചാരുന്നത്. സർക്കാരിന്റെ ചെലവുകൾ ഓരോ ദിനവും പുറത്തുവരുന്നുണ്ട്. പ്രധാനമന്ത്രിയെക്കാളും സുപ്രീം കോടതി ജഡ്ജിമാരെക്കാളും വേതനം പറ്റുന്നവരാക്കി കേരളത്തിലെ PSC അംഗങ്ങളെ മാറ്റിയതും സർക്കാർ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ്. സർക്കാരിന്റെ നല്ല വശങ്ങളുടെ പ്രവർത്തകരും പ്രചാരകരും ജീവനക്കാരാണ്. അത് മറന്നുള്ള പ്രവർത്തന ശൈലി സർക്കാരിന് ദോഷം ചെയ്യുമെന്നും രമേശ് പറഞ്ഞു. ഈ ലോകത്തിന്റെ രീതികളാകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തലയ്ക്ക് വെളിവില്ലാത്ത തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്
ഓരോ ദിവസവും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചെറുതല്ലാത്ത ദുരന്തങ്ങളാണ് ലോകം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധമടക്കം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ലോകജനത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും പണത്തിന്റെയും ഒക്കെ അതിർത്തികൾ നിശ്ചയിച്ച് അത്തരം കാര്യങ്ങളിൽ വല്ലാത്ത ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ ചെയ്തികൾ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് എം ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ഷിബു ആൽബർട്ട്, എം രമ, മേഖലാ സെക്രട്ടറി വി എസ് ബാബു, ട്രഷറർ ടി ജഗദീഷ്, ബി പ്രമിത, കെ മനോജ്, വിനോജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോങ്ങാട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം ബാബു ഉദ്ഘാടനം ചെയ്തു. സമരഭൂമിയായി മാറിയിരിക്കുകയാണ്. ദേശീയ ശ്രദ്ധ ഇതിനകം നേടിക്കഴിഞ്ഞ ഒരു സമരഭൂമിയായി എലപ്പുള്ളി മാറിയിരിക്കുന്നു. ആ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് കർഷകരുടെ ആവശ്യം എന്നതിലേക്കും. കാരണം ഇത് ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ വെള്ളമെടുക്കുന്നത് മലമ്പുഴ ആയതുകൊണ്ട് അത് മലമ്പുഴ ആയക്കട്ടെ ഏരിയയിലുള്ള എല്ലാ കൃഷിക്കാരെയും ബാധിക്കുമെന്നുള്ളതുകൊണ്ടും മാത്രമല്ല ഈ കമ്പനി ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നം അത് കാണാതെ പോകാൻ കഴിയില്ല. പഞ്ചാബ് ഈ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ്. അവിടുത്തെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിൽ നടന്ന മദ്യ നയ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള കമ്പനി അങ്ങനെ എല്ലാം കൊണ്ടും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് അതിലെ ഏറ്റവും നല്ല മനോഹരമായ ഈ ഒരു കൃഷി മേഖലയിൽ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് നിന്ന് കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരേ ഒരു പ്രദേശം ഇന്ന് പാലക്കാടാണ്. മഴനിഴൽ പ്രദേശമായ പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയ പിണറായി സർക്കാരിനെതിരെ മാർച്ച് 22-ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ സത്യാഗ്രഹം വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ CN ശിവദാസൻ, C വിനയൻ, ജോയ് മുണ്ടനാടൻ, M ഹരിദാസ്, ബിജു വർഗീസ്, UJ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വേലയുടെ സുഗമമായ നടത്തിപ്പിനായി അവലോകന യോഗം ചേർന്നു. കെ രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലക്കര റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വേല കമ്മിറ്റി ഭാരവാഹികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഈ വർഷത്തെ അന്തിമഹാകാളൻകാവ് വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തത്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരികയും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം വരുകയും അതിനൊട്ടേറെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പരമാവധി ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വേല നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നും ഇതിന് വേണ്ട സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അതുപോലെ വിവിധ ദേശ കമ്മിറ്റികളും അവർ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും കഴിയും. അങ്ങനെ നാം ദേശ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ വേല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ വേല നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. അത് തടസ്സമില്ലാതെ നടത്തുന്നതിന് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ദേശ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളെ ചർച്ച ചെയ്യുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ഇടപെടുമെന്ന് MP യോഗത്തിൽ അറിയിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കച്ചവടക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വ്യാപാരം നടത്തുന്നതിന് അവസരം ഒരുക്കണമെന്നും തിക്കും തിരക്കും ഒഴിവാക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഒരു ദേശത്തിന് ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി 200 പോലീസുകാരെ വീതം വിന്യസിക്കും. പാർക്കിംഗ് സൗകര്യം കാര്യക്ഷമമാക്കും. വളണ്ടിയേഴ്സിന് കാർഡ് നൽകുമ്പോൾ കൃത്യത ഉറപ്പുവരുത്തണം. കുടിവെള്ള സൗകര്യം ഒരുക്കുമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ആഘോഷമെന്നും യോഗം അറിയിച്ചു. മൊബൈൽ മെഡിക്കൽ ടീമിനെ ഉത്സവപ്പറമ്പിൽ സജ്ജമാക്കും. വേലവരവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വ്യക്തമായ ക്രമീകരണം ഏർപ്പെടുത്തും.
വെടിക്കെട്ട് സുരക്ഷിതമായി നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ പത്മജ, തഹസിൽദാർ രമേഷ് മാരാത്ത്, SP CR സന്തോഷ്, CI സതീഷ് കുമാർ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ, CPM ലോക്കൽ സെക്രട്ടറി ഹരിനാരായണൻ, വൈസ് പ്രസിഡന്റ് H ഷലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കാളികാവ് റെയിൽവേ ഗേറ്റിന് സമീപം മുറിച്ചിട്ട മരങ്ങളിൽ തുടർച്ചയായ തീപിടുത്തം നാട്ടുകാരെ ആശങ്കയിലാക്കി. മാസങ്ങൾക്ക് മുൻപ് റെയിൽവേ വകുപ്പ് മുറിച്ചിട്ട മരക്കൊമ്പുകളിലാണ് തീ പടർന്നത്. ഇലക്ട്രിക് ലൈനിന് ഭീഷണിയായി നിന്നിരുന്ന ആൽമരക്കൊമ്പുകളാണ് റെയിൽവേ അധികൃതർ മുറിച്ചു മാറ്റിയത്. മുറിച്ചിട്ട മരക്കൊമ്പുകളിൽ ബുധനാഴ്ച രാത്രിയോടെയാണ് ആദ്യം തീ പടർന്നത്. 3 തവണ കത്തിപ്പടർന്ന തീ റെയിൽവേയുടെ ട്രാൻസ്ഫോമറിനും KSEBയുടെ ട്രാൻസ്ഫോമറിനും ഭീഷണിയായി മാറിയതോടെ പലതവണ ഫയർഫോഴ്സും നാട്ടുകാരും തീയണയ്ക്കാനെത്തി. 2 തവണ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തീയണച്ചു. ഇതിനിടെ ജീവകാരുണ്യ പ്രവർത്തകൻ കിഷോർ സ്വാമിയും സുഹൃത്തുക്കളും ഈ വഴി വന്നതോടെ തീ പടരുന്നത് കണ്ട് സംയോജിത ഇടപെടൽ നടത്തിയത് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാനുള്ള സാഹചര്യം ഒഴിവായി. കാളികാവ് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ആൽമരത്തിന്റെ ശിഖരങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ മുറിച്ചിട്ടിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ മരക്കഷ്ണങ്ങൾ തീപിടിക്കുകയും 2-3 പ്രാവശ്യമായിട്ട് അത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹകരണത്തോടുകൂടി തീ അണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ മരത്തടികളിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ റെയിൽവേന്റെ ട്രാൻസ്ഫോമറും KSEBയുടെ ട്രാൻസ്ഫോമറും നിലകൊള്ളുന്നത് വലിയൊരു അപകടത്തിന് സാധ്യത ഉളവാക്കുന്നതായിരുന്നു. പക്ഷേ ഈ കാണുന്ന കുട്ടികളുടെയും നമ്മളുടെ എല്ലാവരുടെയും നല്ല കഠിനോദ്ധാനത്തിന്റെ ഭാഗമായിട്ട് തീ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ആളിപ്പടരാതിരിക്കുവാനുള്ള കരുതൽ ഉണ്ടാക്കാൻ സാധിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതോടെ റെയിൽവേയുടെ അധീനതയിലുള്ള മരങ്ങൾ മാറ്റാൻ നടപടിയായി. തീ പടരാതിരിക്കാൻ നിർണായക പങ്കുവഹിച്ച ജീവകാരുണ്യ പ്രവർത്തകൻ കിഷോർ ശാന്തിക്കൊപ്പം രാജീവ്, സഞ്ജയ്, ഷൈജു എന്നിവരും റെയിൽവേ ജീവനക്കാരും ഫയർഫോഴ്സിന് സഹായകമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് വ്യവസായ വകുപ്പ് നേതൃത്വത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പാലക്കാട് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ PT അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം പാലക്കാട്, താലൂക്ക് വ്യവസായ ഓഫീസ് ഒറ്റപ്പാലം എന്നിവ സംയുക്തമായാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ലീഡ് ബാങ്ക് ഡിസ്ട്രിക്ട് മാനേജർ PT അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ MSME സെക്ടറിനെയാണ് ഗവൺമെന്റ് എപ്പോഴും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അതിലേക്ക് കൂടുതൽ ഫണ്ട് നൽകുന്നതും ആളുകൾക്ക് എന്തൊക്കെ സഹായമാണ് അത് നൽകുന്നത്. ലാർജ് സെക്ടറിനെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ MSME. അപ്പോൾ ഈ MSMEയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ചെറിയ ഒരു മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൈക്രോ എന്ന് പറയുന്നത് 1 കോടി ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ 5 കോടി ടേൺഓവർ യൂണിറ്റുകൾക്കായിട്ട് മൈക്രോ പറയുന്നത്. ഈ 1 കോടി എന്നുള്ളത് 2.5 കോടിയെ കൂട്ടി ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ടേൺഓവർ എന്നത് 10 കോടിയെ കൂട്ടിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം EI മാനേജർ PV അബ്ദുൾ റാജിബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ക്രെഡിറ്റ് മാനേജർ M ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസ് ADIO K ബൈജു, TA നൌഫൽ, സരിൻ ചന്ദ്രൻ, വിപിൻ ചന്ദ്ര, ജിനൂബ് ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മികവുറ്റ സേവനവുമായി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച പത്തിരിപ്പാല KSEBക്ക് നാടിന്റെ സ്നേഹാദരം. KSEB AE പ്രേംകുമാറിനെയും ജീവനക്കാരെയുമാണ് പൗരാവലി ആദരിച്ചത്. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ഒരു മാതൃകയായി മാറാൻ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ കഴിയൂ. ഇത് പലരും കണ്ടുപിടിക്കേണ്ടതായിട്ടാണ്. അത് നമ്മുടെ പ്രവർത്തന രീതി, ഒരു വ്യക്തിനിഷ്ഠമാണ്. ഓരോരുത്തരുടെ പ്രവർത്തന രീതി, സമീപനങ്ങൾ, അവരെ എക്സിക്യൂട്ട് ചെയ്യുന്ന അവരുടെ ഭാവം ഇതെല്ലാം വ്യത്യസ്തമാണ്, നമുക്കൊക്കെ അറിയാമെങ്കിൽ പോലും എന്തിനാണ് നമ്മളെ ചുമതല നിർവഹിച്ചിരിക്കുന്നത്, ആ ചുമതല കൃത്യമായി ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടി ജനങ്ങളുടെ അംഗീകാരം നേടി പോവുക എന്ന് പറയുന്നത് സുലഭമായ അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ചില ആളുകൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സത്യത്തിൽ ഇതാണ് എനിക്ക് അറിഞ്ഞുകൂടെ, ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ എല്ലാവരും. അത് ആ പ്രവർത്തനത്തിന് തീർച്ചയായും ഞാൻ ആ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ആ നല്ലൊരു അംഗീകാരം നൽകാൻ വേണ്ടി എനിക്കും ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷമാണ് ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുന്നത്. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA AEയെയും ജീവനക്കാരെയും ഉപഹാരം നൽകി ആദരിച്ചു.
പത്തിരിപ്പാലയിൽ AE പ്രേംകുമാർ എത്തിയതോടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ചടങ്ങിൽ മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. മല്ലിക അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ER ശശി, AE പ്രേംകുമാർ, സബ് എഞ്ചിനീയർമാരായ അബ്ദുൾ ഷുക്കൂർ, P. സുരേഷ്, രാമകൃഷ്ണൻ, PM മോഹൻദാസ്, രാജൻ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KV രാധാകൃഷ്ണൻ സ്വാഗതവും KR രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമഗ്ര ശിക്ഷ കേരളം കുഴൽമന്ദം BRCക്ക് കീഴിൽ അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായാണ് സമഗ്ര ശിക്ഷ കേരളം കുഴൽമന്ദം BRCയുടെ നേതൃത്വത്തിൽ അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സുപ്രിയ, രേവതി, മുരളി എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസ് നയിച്ചു. കുഴൽമന്ദം BRC പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷി സൗഹൃദ പഠന ബോധന രീതികളെക്കുറിച്ച് മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകുക എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് സാമഗ്രികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ LP സ്കൂളുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പോർട്സ് സാമഗ്രികളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ എല്ലാ LP സ്കൂളുകൾക്കും കിറ്റുകൾ നൽകി. നമ്മുടെ 11 സ്കൂൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 11 സ്കൂളുകളിലായി 11 തരം പരിപാടികളാണ് ജ്യോതിസ് പദ്ധതിയിലൂടെ നമ്മൾ നടത്തി വരുന്നത്. അതിലൊരു പരിപാടിയാണ് ഇപ്പോൾ ഔഷധോദ്യാനം. എല്ലാ സ്കൂളുകളിലും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ഔഷധത്തോട്ടങ്ങളും കണ്ടപ്പോൾ നമ്മൾ അറിയാത്ത കുറേ ഔഷധങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അധ്യാപകർക്കായാലും അതിന്റെ ഗുണങ്ങളും അതിനെ കൊണ്ട് ഉപയോഗങ്ങളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ കായിക രംഗത്തേക്ക് കുട്ടികളെ ഈ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചാൽ കുട്ടികൾ വലിയ ഒരു കായിക താരങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണസമിതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൂടെ ഓങ്ങല്ലൂർ ഭരണസമിതി ഇങ്ങനെ കാഴ്ചവെക്കുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, P. നാരായണൻ മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് ശോഭന എന്നിവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കൊളപ്പുള്ളി ഗീത തിയേറ്റർ മേൽമുറി റോഡിന്റെ അറ്റകുറ്റപ്പണിയായി 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. ഡോക്ടർ PT ഉഷ MP ഫണ്ടിൽ നിന്നാണ് റോഡ് നവീകരണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചത്. വാർഡ് കൌൺസിലർ രാധാ സുരേന്ദ്രന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് 2023-2024 വർഷത്തെ ഫണ്ടിൽ നിന്നാണ് തുക നൽകിയത്. മുൻ കൌൺസിലർ MK വിപിൻനാഥ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. 4 വർഷത്തോളമായി തകർന്നു കിടക്കുകയായിരുന്നു മേൽമുറി റോഡ്. റോഡിന്റെ തകർച്ചയിൽ പ്രദേശവാസികൾ ഏറെ പ്രതിഷേധത്തിലായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം വാർഷിക പദ്ധതിയിൽ 500 മീറ്ററാണ് റോഡ് നവീകരിച്ചത്. തുടർന്നുള്ള 1200-ലേറെ മീറ്റർ റോഡ് തകർന്ന അവസ്ഥയിലായിരുന്നു. 20 ലക്ഷത്തിന്റെ നവീകരണം പൂർത്തിയായതോടെ റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരമായി. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ മുൻകൈയെടുത്ത വാർഡ് കൌൺസിലറെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. റംസാനോടനുബന്ധിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ് എന്നിവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിശുദ്ധ റംസാൻ മാസവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയ പോലെ ഇപ്രാവശ്യവും ഒരു സമൂഹ നോമ്പുതിറ എന്നുള്ള രൂപത്തിൽ നടത്തുകയാണ് ഉണ്ടായത്. എല്ലാവിധ ആളുകളെയും അതിലേക്ക് ക്ഷണിക്കുകയും അത് നല്ല വിജയമാക്കി തീർക്കാൻ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യസ്നേഹികളും പങ്കെടുക്കുകയുണ്ടായി. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഭരണസമിതി നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഏതായാലും ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ആളുകളൊക്കെ തന്നെ നല്ല വിശ്വാസത്തോടു കൂടിയും അതോടൊപ്പം മനുഷ്യസ്നേഹത്തിൻ്റെയും
ഒക്കെ ഒരു മാസമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും മുഴുവൻ ആളുകളും ഒരു മറ്റുള്ള ആളുകളെയും സമൂഹത്തിനെയും വ്യക്തികളെ എന്ന് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളെയും ഒറ്റക്കെട്ടായി കാണുക, ഒരുപോലെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കപ്പെടേണ്ടതുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തുടർന്ന് ഇഫ്താർ വിരുന്ന് ആരംഭിച്ചു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. TK റിദ ഫാത്തിമ സ്വാഗതം പറഞ്ഞു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഗ്രേസ് തോമസ്, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മേരി സൂസൻ, MN ഫാത്തിമ നസറിൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റിലി. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്ന് റേഷൻ പ്രശ്നങ്ങൾ പഠിച്ച സർക്കാർ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നു. 14,000-ഓളം റേഷൻ കടകളാണ് ആകെ കേരളത്തിലുള്ളത്. ഇതിൽ 4,000 കടകൾ പൂട്ടി അവശേഷിക്കുന്ന റേഷൻ കടകൾ മെച്ചപ്പെടുത്തണമെന്ന റിപ്പോർട്ടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റിലിയിലേക്ക്. 4,000-ഓളം റേഷൻ കടകൾ പൂട്ടണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാർ വളരെയധികം ആശ്രയിക്കുന്ന റേഷൻ കടകൾ, ആ റേഷൻ കടകൾ വഴി എത്രത്തോളം സർക്കാർ സംവിധാനങ്ങൾ വഴി സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നിലവിലൊരു ചോദ്യചിഹ്നമാണ് എന്നുണ്ടെങ്കിലും റേഷൻ കടകൾ സാധാരണക്കാർക്ക് ഒരു അത്താണിയായിരുന്നു. ആ റേഷൻ കടകളിലെ 14,000-ഓളം വരുന്ന റേഷൻ കടകളിലെ 4,000 എണ്ണം പൂട്ടും എന്നുള്ളത് പറയുന്നതും ബാക്കിയുള്ളവർ മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നതുമൊക്കെ തീർത്തും അപഹാസ്യമായ ഒരു രീതിയിലേക്കാണ് സർക്കാർ ഒരു ആത്മവിമർശനപരമായിട്ടാണ് എന്നുണ്ടെങ്കിലും വസ്തുതകൾ പഠിക്കാതെയാണ് അവർ ഈ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. സാധാരണക്കാരൻ അരിക്ക്, പഞ്ചസാരയ്ക്ക്, മണ്ണെണ്ണയ്ക്ക്, ഗോതമ്പിന് ഒക്കെ ആശ്രയിക്കുന്ന റേഷൻ കടകൾ, ആ റേഷൻ വ്യാപാരികൾ തന്നെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് വ്യാപാരികൾ മാത്രമല്ല റേഷൻ കടയെ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ കൂടി, സാധാരണക്കാരായ ആളുകൾ വരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് റേഷൻ കടകളെ സംബന്ധിച്ച് പഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സമിതി 4,000-ഓളം റേഷൻ കടകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആകെയുള്ള 14,000 വരുന്ന റേഷൻ കടകളിൽ 25% വരുന്ന റേഷൻ കടകൾ അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം എന്നത് ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. സാധാരണ പൗരന്മാർ തങ്ങളുടെ നിത്യജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന പൊതുസ്ഥാപനം എന്നുള്ള നിലക്ക്, അവർ ആശ്രയിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലക്ക് റേഷൻ കടകൾ ഉള്ളത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഈ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ്. ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളമശ്ശേരി പോളിടെക്നിക് ബോയ്സ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ നടപടിയെന്ന് മന്ത്രി MB രാജേഷ്. കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടോ എന്നത് വിഷയമല്ല. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സർക്കാർ അമർച്ച ചെയ്യുമെന്നും മന്ത്രി. കൈവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടിയുമായി K രാധാകൃഷ്ണൻ MP. EDയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള BJP നീക്കം. EDയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും K രാധാകൃഷ്ണൻ. കർഷക പ്രേമം മന്ത്രി K കൃഷ്ണൻകുട്ടി അഴിമതിയും പകൽക്കൊള്ളയും നടത്താനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിരിക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ. ചിറ്റൂർ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട്
കോൺഗ്രസിന്റെ ജനകീയ സംഗമം. തെങ്ങിൻതോട്ടങ്ങളിലെ തുള്ളി നനയ്ക്കായി ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കിയ പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും TN പ്രതാപൻ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അഞ്ചുമൂർത്തി മംഗലം സ്വദേശി 24 വയസ്സുള്ള മനു. സുഹൃത്ത് വിഷ്ണു അറസ്റ്റിൽ. വാണിയംകുളത്തെ IOC പെട്രോൾ പമ്പിൽ കഴിഞ്ഞ രാത്രി ഗുണ്ടാശൈലിയിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ 3 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. കൊഴിഞ്ഞാമ്പാറയിൽ ജോത്സ്യനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിനിയായ യുവതി ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. 5 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി 14 വർഷത്തിനു ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. അനാസ്ഥ ആരോപിച്ച് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് CPM മാർച്ച്. ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണം കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 10.5 കോടി രൂപ ചെലവിൽ. MLAയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചി പാലം ചരിത്രത്തിലേക്ക്. പാലം പൊളിച്ചു നീക്കാനുള്ള റിപ്പോർട്ട് PWD അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. MP-യുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. ആഘോഷം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.